ഹായ് എന്തൊക്കെയുണ്ട്? അപ്പോൾ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. അതായത് നമുക്ക് നല്ല അടിപൊളി അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയിലക്കൊക്കെ വില കുറവാന്ന് തോന്നുന്നു. അപ്പോൾ നല്ല കുട്ടപ്പനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വേസ്റ്റൊക്കെ ഇതേ പൂച്ചക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മുൻപ് ഇഷ്ടംപോലെ പൂച്ചകളുണ്ടായിരുന്നു. അപ്പനും ഭയങ്കര ഇഷ്ടമായിരുന്നു പൂച്ചകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റലായ സമയത്ത് എല്ലാത്തിനും ഞങ്ങൾ കൊണ്ടുപോയി കളഞ്ഞിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി ഒറ്റണത്തിന് ഈ വീട്ടിലോട്ട് കയറ്റരുതെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അപ്പച്ചനോട് തിരിച്ച് വന്നുമില്ല. പിന്നെ ഞങ്ങൾ ഒരിക്കലും പൂച്ചകളെ വളർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ കാണിച്ചത് മുളകില്ലേ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല പപ്പട പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതെ സൂപ്പറായിട്ട്. ഈ ഒരു തക്കാളി നിങ്ങളുടെ വീട്ടിലുണ്ടാവുമോ? നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. കാരണം ഇത് എൻ്റെ മോൻ കാണിച്ചു വെച്ച പണിയാണ് ഇന്നലെ രാത്രി. അപ്പോൾ അതൊക്കെ വെച്ചൊരു അടിപൊളി കറി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചേക്കണത്. ഇതേ കുറച്ച് മീൻ എടുത്ത് മറക്കാനോ വെച്ചിട്ട്. അപ്പോൾ വിലക്കുറവായതുകൊണ്ട് ഇത് ഗ്രാൻഡ് ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കറി. ഞങ്ങളിതിനെ അയില തിളപ്പിച്ചതാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണോട്ടെ. ഇടിച്ച മുളകും തക്കാളി പിന്നെ ചൊറുക്കയൊക്കെ ഒഴിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണോ എന്നൊന്ന് പറയണം. പിന്നെ ഇതേ ആകെ അടുക്കള വൃത്തികേടായി എന്തായാലും വൃത്തികേടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എത്ര വൃത്തിയാക്കിയാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതിനപ്പുറത്തെ ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തുള്ള ക്ലീനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നേരെ ഹാളിലോട്ട് എന്നപ്പോൾ രണ്ടുപേരും ഭയങ്കര കളിയാണ്. അപ്പോൾ ഞങ്ങൾ പുതിയ തളയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾക്ക് പറയണം. പിന്നെ അടിപൊളി മീൻകറിയൊക്കെ കൂടി നല്ല ചോറുന്നു. അപ്പോൾ ഇന്നത്രയുള്ളൂ. ബൈ.